നമസ്കാരം. വെനിസ്വേലയിൽ ഭരണമാറ്റത്തിന് കരുക്കൾ നീക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം. നിക്കോളാസ് മദുറോയ്ക്കെതിരെ ട്രംപ് ആവർത്തിച്ച് ഭീഷണി മുഴക്കുന്നു. സൈനിക സന്നാഹമൊരുക്കി വെനസ്വേലയെ ഞെട്ടിക്കുന്നു. അതിനിടെ ലോകം കാത്തിരുന്ന എപ്സ്റ്റീൻ ഫയലുകൾ പുറത്തായി. പ്രമുഖരുടെ ചിത്രങ്ങൾ പുറത്തുവന്നു. ഗസ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഓസ്ട്രേലിയയെ ആകെ ഞെട്ടിച്ച സിഡ്നിയിലെ മോണ്ടി ബീച്ചിലുണ്ടായ വെടിവെപ്പ്. വീണ്ടും കത്തിയാടുന്ന ബംഗ്ലാദേശ്. കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന ലോക വാർത്തകൾ സമഗ്രമായി കാണാം. വേൾഡ് വിത്തസിലേക്ക് സ്വാഗതം. ഗസയിലെ വെടിനിർത്തൽ രണ്ടാം ഘട്ടത്തെക്കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങിയിരിക്കുന്നു. ഖത്തർ, തുർക്കി, ഈജിപ്ത് രാജ്യങ്ങളിലെ പ്രതിനിധികൾ യുഎസിൽ നടക്കുന്ന ചർച്ചകളിൽ പങ്കെടുക്കുകയാണ്. ഹമാസുമായി മധ്യസ്ഥ രാജ്യങ്ങൾ ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നു. വെടിനിർത്തൽ ലംഘനത്തിൽ നിന്ന് ഇസ്രായേലിനെ തടയാൻ അമേരിക്ക തയ്യാറാകണം എന്നാണ് ഹമാസ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. വെടിനിർത്തൽ 2 മാസം പിന്നിട്ടുവെങ്കിലും ഗസയിലെ പട്ടിണിയും ദുരിതങ്ങളും അതിതീവ്രമായി തന്നെ തുടരുകയും ചെയ്യുന്നു. ഒടുവിൽ എപ്സ്റ്റീൻ ഫയലുകൾ പുറത്തായിരിക്കുകയാണ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗിക വ്യാപാരത്തിനും പീഡനത്തിനും ഇരയാക്കിയ കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട പുതിയ രേഖകളാണ് അമേരിക്കൻ സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത്. എപ്സ്റ്റീൻ്റെ എസ്റ്റേറ്റിൽ നടന്ന സംഭവങ്ങളുടെ ദൃശ്യങ്ങളും നഗ്നചിത്രങ്ങളും അടങ്ങുന്നതാണ് ഈ ഫയലുകൾ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ, മൈക്രോസോഫ്റ്റ് സ്ഥാപകനും ശതകോടീശ്വരനുമായ ബിൽ ഗേറ്റ്സ്, ബ്രിട്ടീഷ് രാജകുടുംബാംഗമായ ആൻഡ്രൂ മൗണ്ട്ബാറ്റൻ തുടങ്ങിയവരുടെ ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ബംഗ്ലാദേശിൽ വീണ്ടും പ്രക്ഷോഭത്തി പടരുകയാണ്. ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ നിന്നും പുറത്താക്കിയ ജൻസി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ ഇൻക്വിലാബ് മഞ്ചിൻ്റെ വക്താവ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകത്തിന് പിന്നാലെയാണ് പുതിയ പ്രതിഷേധം. ഹാദിയുടെ കൊലപാതകികൾ ഇന്ത്യയിലേക്ക് കടന്നുവെന്ന് പോലീസ് പറഞ്ഞതോടെ പ്രതിഷേധം ഒന്നുകൂടി കനത്തു. അതിനിടെ മതനിന്ദ ആരോപിച്ച് ആൾക്കൂട്ടം ദീപു ചന്ദ്രദാസ് എന്ന 25-കാരനെ ദാരുണമായി കൊലപ്പെടുത്തി. കുറ്റകൃത്യം നടത്തിയ 10 പേരെ പിടികൂടിയിട്ടുണ്ട്. ഇവരെ മാതൃകാപരമായി ശിക്ഷിക്കുമെന്ന് മുഹമ്മദ് യൂനുസ് സർക്കാർ അറിയിച്ചിരിക്കുന്നു. സിഡ്നിയിലെ മോണ്ടി ബീച്ചിലുണ്ടായ വെടിവെപ്പ് ഓസ്ട്രേലിയയെ ആകെ ഞെട്ടിച്ചു. ജൂത ഉത്സവമായ ഹനൂക്ക ആഘോഷത്തിനിടെയുണ്ടായ വെടിവെപ്പിൽ 16 പേരാണ് കൊല്ലപ്പെട്ടത്. മരണസംഖ്യ ഇതിൻ്റെ എത്രയോ ഇരട്ടിയായി ഉയരേണ്ടതായിരുന്നു. അഹമ്മദ് അൽ അഹമ്മദ് എന്ന മനുഷ്യൻ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ മരണസംഖ്യ എത്രയോ ഇരട്ടിയായി ഉയരേണ്ടതായിരുന്നു. നിരായുധനായ അഹമ്മദ് അക്രമിയിൽ നിന്ന് ബലമായി തോക്ക് കൈവശപ്പെടുത്തി. പഴക്കച്ചവടക്കാരനായ അഹമ്മദ് അൽ അഹമ്മദ് അക്രമിയെ ധീരതയോടെ നേരിട്ടു. ജീവൻ പണയപ്പെടുത്തിയുള്ള അഹമ്മദിൻ്റെ പ്രവൃത്തിയെ ലോകമാകെ വാഴ്ത്തുകയാണ്. വേൾഡ് വിത്തസ് പൂർണ്ണരൂപം കാണാം. ഞായറാഴ്ച രാത്രി 9:30-നും ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3:30-നും മീഡിയ 1 TV-യിൽ.